Welcome students to the new session of International Business. നമ്മൾ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 3 തിയറീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മെർക്കൻറ്റലിസം തിയറി നമ്മൾ കണ്ടു, ക്ലാസിക്കൽ തിയറി കണ്ടു. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് നമ്മൾ കണ്ടു. അതിലൊരു 3-4 തിയറീസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകൾ പറയുന്ന 5 തിയറീസാണ് നമ്മൾ മോഡേൺ തിയറിയിൽ എന്ത് ചെയ്തത് കണ്ടത്. ആൻഡ് നൗ ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി ഓർ ദ 4th important theory of international trade, that is new trade theory. New trade theory or NTT. Okay, and in this NTT or NTT theory gives a new idea about international trade. ഒരു പുതിയൊരു അപ്രോച്ചാണ് ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ഡ്യൂറിങ് 1970s. വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. 1970s മാത്രമാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി, ഒരൊറ്റ തിയറി ആയിട്ട് നമുക്കതിനെ പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോ മെനി എക്കണോമിക് മോഡൽസ്. പല എക്കണോമിക് മോഡൽസിനെ മിക്സ് ചെയ്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് ന്യൂ ട്രേഡ് തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടറായിട്ട് നമുക്ക് കരുതാവുന്ന ഒരു എക്കണോമിസ്റ്റാണ് പോൾ ക്രക്മാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്. പോൾ ക്രക്മാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് ഈ ഒരു ന്യൂ ട്രേഡ് തിയറിയുടെ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ ന്യൂ ട്രേഡ് തിയറിയിൽ അതിൻ്റെ മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയുന്ന സംഭവമാണ്. എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് അല്ലേ. ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ ഒരേ സമയത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ബാച്ച് പ്രൊഡക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ലെവലിൽ നമ്മുടെ കോസ്റ്റിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്റ്റിമം ലെവലിൽ കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൂടുതൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് സഹായകരമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്. അതാണ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് നടത്തുന്നത് കൊണ്ട് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ബിസിനസ് കൺസേണിനുണ്ടാകുന്ന എക്കണോമി അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള അവസ്ഥ, ഇതാണ് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കുന്നതിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിലും അത് മാർക്കറ്റ് ചെയ്യുന്നതിലും ഒരു ബിസിനസ് കൺസേണിന് ഉള്ള ആ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ്, അതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മൾ കാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 കാറ് ഒരുമിച്ചുണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ആ ബ്രാൻഡിലുള്ള കാറ് ഫസ്റ്റ് ടൈം നമുക്ക് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി റിസർച്ച് നടത്തി അവിടെ തന്നെ ഒരുപാട് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചിലവാണ്. അതേസമയം പിന്നീട് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരുമിച്ച് ഒരു 1000-1500 പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് അധികം കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ചിലവാകുന്നില്ല. സോ അതാണ് ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലൈസേഷന് വഴിവെക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോൾ ക്രക്മാൻ അടങ്ങുന്ന എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്,
പറയുന്നത്. നമുക്കറിയാം ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ലീഡിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് മാത്രമേ ആ മേഖലയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്കറിയാം ഫ്രീ ആയിട്ടുള്ള ബിസിനസ്സാണ്, ഫ്രീ ട്രേഡാണ്, ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്, ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഡെവലപ്ഡ് കൺട്രീസിന് അതിലൊരു നമ്മൾ മുൻപ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ഡെവലപ്ഡ് കൺട്രീസിന്, ഡെവലപ്ഡ് ഇൻഡസ്ട്രീസിന് അത്യാവശ്യം ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളിൽ ഏത് രാജ്യമാണോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളാണ് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ട്രേഡ് രംഗത്ത് കൂടുതൽ എന്ത് ചെയ്തു വരുള്ളൂ, വിജയിച്ചു വരികയുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും എന്ത് സഹായിക്കും, ഈ സ്പെഷ്യലൈസേഷനും അതോടൊപ്പം തന്നെ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സും സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ന്യൂ ട്രേഡ് തിയറിയിൽ എന്ത് ചെയ്യുന്നത്, എക്കണോമിസ്റ്റുകൾ പറയുന്നത്. അതാണ് അവിടുത്തെ മെയിൻ ഫോക്കസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എക്കണോമിസ്റ്റുകൾ രണ്ട് തരം ട്രേഡായിട്ട് അവിടെ തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് തരം ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർ ട്രേഡ് ആൻഡ് ഇൻട്രാ ട്രേഡ് ഓർ ഇൻഡസ്ട്രി ട്രേഡ് ഓർ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. പലപ്പോഴും രാജ്യത്തെ സഹായിക്കുന്നതിനേക്കാളും ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇൻഡസ്ട്രീസിനെയാണ് അല്ലെ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ രാജ്യങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിലും പലപ്പോഴും ഈ തിയറിയുടെ ഈ എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സിൻ്റെ ആ ഒരു നേട്ടം കൈവരിക്കുന്നത് പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. അതുകൊണ്ട് തന്നെ പോൾ ക്രഗ്മാനും കൂട്ടരും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ ട്രേഡ് ബിസിനസ്സുകൾക്ക് എപ്പോഴും നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ട്രേഡ് തിയറിയിൽ ക്ലാസിക്കൽ തിയറീസ് കണ്ടു, അതോടൊപ്പം തന്നെ ബിഹേവിയറൽ തിയറീസ് ഒക്കെ നമ്മൾ കണ്ടു. ആ ബിഹേവിയറൽ തിയറീസിൽ നമ്മൾ ആദ്യം കണ്ട തിയറി എന്ന് പറയുന്നത് എച്ച് ഒ തിയറിയാണ്. എച്ച് ഒ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സ്ചർ ആൻഡ് ഓഹ്ലിൻ തിയറിയാണ് നമ്മൾ കണ്ടത്. ഹെക്സ്ചർ ആൻഡ് ഓഹ്ലിൻ തിയറി പ്രകാരം നമ്മൾ അവിടുത്തെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ് അല്ലെ, അങ്ങനൊരു വാക്കാണ് നമ്മൾ കണ്ടത്. ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോവ്മെൻറ്റ്. ആ ഫാക്ടർ എൻഡോവ്മെൻറ്റുകളിലുള്ള ഡിഫറൻസ് ആണ് പലപ്പോഴും ഏത് രാജ്യമാണ് ഇൻ്റർനാഷണൽ ട്രേഡ് രംഗത്തേക്ക് വരേണ്ടത്, ഏതാണ് അതിൽ നിന്നും മാറി നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നാണ് ഹെക്സ്ചറും ഓഹ്ലിനും കൂടിയിട്ട് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂ ട്രേഡ് തിയറി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കി എല്ലാ തിയറികളെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു തിയറി എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ന്യൂ ട്രേഡ് തിയറിയിൽ പറയുന്നത് ഇൻ്റർ ട്രേഡുകൾക്ക് ഇൻ്റർനാഷണൽ ട്രേഡുകൾക്ക് പലപ്പോഴും എന്ത് തന്നെയാണ് നല്ലത്, നമ്മുടെ എച്ച് ഒ തിയറി തന്നെയാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതേസമയം ഈ ന്യൂ ട്രേഡ് തിയറിയിൽ പോൾ ക്രഗ്മാൻ പറയുന്ന ആ ആശയം ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് ഇൻട്രാ ട്രേഡുകൾക്കാണ്. ദാറ്റ് ഈസ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. ഇനി എന്താണ് ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ്, എന്താണ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, ഇങ്ങനെ രണ്ട് ടേംസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാ? ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ്, ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. ഈ വാക്കുകൾ ന്യൂ ട്രേഡ് തിയറിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. ഇൻ്റർ ഇൻഡസ്ട്രി ആൻഡ് ഇനി എന്താണ് ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ്? ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ എമംഗ് സോ മെനി ഇൻഡസ്ട്രീസ്, പലതരം ഇൻഡസ്ട്രീസ്, പലവരുടെയും ഉടമസ്ഥതയിലുള്ള ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക, ഇൻ്റർനാഷണൽ ബിസിനസ് രംഗത്തേക്ക് ഒരുമിച്ച് അവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംരംഭത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ഇൻഡസ്ട്രി ട്രേഡ്.
ഇനി ന്യൂ ട്രേഡ് തിയറി പറയുന്നു ഇന്റർ ഇൻഡസ്ട്രി ട്രേഡിൽ ഏറ്റവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏത് തിയറിയാണ്? HO തിയറിയാണ്. HO തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ തിയറി? ഹെക്സർ ഓഹ്ലിൻ തിയറി. മോഡേൺ തിയറിയിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ച തിയറി ഹെക്സർ ആൻഡ് ഓഹ്ലിൻ തിയറി പഠിച്ചതാണല്ലോ. സോ ഇന്റർ ഇൻഡസ്ട്രിയിൽ അവിടെ നമുക്ക് ഈ ന്യൂ ട്രേഡ് തിയറിയുടെ ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും അങ്ങോട്ട് ശരിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയത് ഏതാ? HO തിയറിയാണ്. HO തിയറിയിൽ പറയുന്ന പോലെ തന്നെ അവിടെ ഫാക്ടർ എൻഡോവ്മെന്റിന്റെ ഡിഫറൻസുകളാണ് ഇന്റർനാഷണൽ ട്രേഡിനെ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. അതേസമയം നമ്മൾ ഈ ന്യൂ ട്രേഡ് തിയറിയിൽ പറയുന്ന കോൺസെപ്റ്റ് അത് ഏറ്റവും അധികം ബാധിക്കുക, അതായത് എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസിന്റെ നേട്ടം പലപ്പോഴും ആർക്കുണ്ടാകുന്നത്, ഇൻഡസ്ട്രീസിനുണ്ടാകുന്നത് എപ്പോഴാണ്? അവിടെ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് നടക്കും. എന്താണ് ഈ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്? ഇൻട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് രംഗത്ത് ഒരു ഇൻഡസ്ട്രി മാത്രം, ഒരു ഇൻഡസ്ട്രി മാത്രം, ആ ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ഇന്റർനാഷണൽ ബിസിനസ് രംഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഏത് തിയറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? ന്യൂ ട്രേഡ് തിയറി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലായി? അപ്പം ഇങ്ങനെ രണ്ട് വ്യത്യസ്ത തലങ്ങളിലായിട്ട് ഇന്റർനാഷണൽ ട്രേഡിനെ വിഭജിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ന്യൂ ട്രേഡ് തിയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇന്റർ ഇൻഡസ്ട്രി ട്രേഡിൽ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പകരം അതിൻ്റെ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്റർ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒരേ സമയം ഒരു രാജ്യത്തിൻ്റെ ഇന്റർനാഷണൽ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഇന്റർ ഇൻഡസ്ട്രി ട്രേഡ്. അതേസമയം ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി മാത്രം, അതിൻ്റെ ഉള്ളിലെ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ആ രാജ്യത്തിൻ്റെ ഇന്റർനാഷണൽ ട്രേഡിൽ ഭാഗഭാക്കാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് തിയറി അപ്ലൈ ചെയ്യാം? ന്യൂ ട്രേഡ് തിയറിയുടെ കോൺസെപ്റ്റ്, അതായത് എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസിൽ വരുന്ന വേറൊരു സംഭവമാണ്, ദാറ്റ് ഈസ് ദ ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ വേരിയസ് എക്സ്റ്റേണൽ ഏജൻസ്. ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ external agents. Interdependence between external agents. എന്താണ് ഈ എക്സ്റ്റേണൽ ഏജന്റ് ഓർ ഏജൻസ് ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്? എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ ഗ്രൂപ്പുകൾ. നമുക്കൊരു ഒരു ബിസിനസ്സിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നതാണ് പൊളിറ്റിക്സ്, കൾച്ചർ, ഹാബിറ്റ്സ്, അല്ലെ, കസ്റ്റംസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം അതൊക്കെ എക്സ്റ്റേണൽ, അതായത് ഈ എക്സ്റ്റേണൽ ഏജൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, ഇന്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് വരികയാണ്, അതായത് പൊളിറ്റിക്സ് നമ്മുടെ കസ്റ്റംസിനെ നേരിട്ട് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പൊളിറ്റിക്സിൽ മാറിക്കഴിഞ്ഞാൽ കസ്റ്റംസ് മാറും അല്ലേ, നമ്മുടെ ട്രഡീഷൻസ് മാറും, ട്രഡീഷൻസ് മാറിക്കഴിഞ്ഞാൽ പൊളിറ്റിക്സ് മാറും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന എക്സ്റ്റേണൽ ഏജൻസ് ആണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെയാണ് നമുക്ക് ഈ ന്യൂ ട്രേഡ് തിയറിയുടെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, എടുക്കാനായിട്ട് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യലൈസേഷനും അതോടൊപ്പം തന്നെ എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സും നമുക്ക് അവിടെ കൂടുതൽ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു അസംഷനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂ ട്രേഡ് തിയറി. ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത് ഒരൊറ്റൊരു തിയറി അല്ല എന്ന് ഞാൻ പറഞ്ഞു, അതൊരു മിക്സറാണ്. ഒരുപാട് എക്കണോമിക് മോഡൽസുകൾ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. അതേസമയം അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിട്ട് ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു എക്കണോമിസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പോൾ
ക്രക്മാൻ എന്ന് പറയുന്നത്. ആൻഡ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ട്രേഡ്, ഇന്റർ ഇൻഡസ്ട്രി ട്രേഡ്, സ്പെഷ്യലൈസേഷൻ ആൻഡ് ലൈക്ക്വൈസ് ഇന്റർഡിപ്പെൻഡൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കോൺസെപ്റ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിയറിയും കൂടിയേ പഠിക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. 4 തിയറീസ്, 4 കാറ്റഗറീസ് ഓഫ് ഇൻ്റർനാഷണൽ തിയറീസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇനി നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 2 തിയറീസാണ് അവിടെ നമ്മൾ പഠിച്ചത്. തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആൻഡ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. രണ്ടിലും ഏകദേശം സെയിം ആയിട്ടുള്ള അസംഷൻസ് ആയിരുന്നു. 2 രാജ്യങ്ങൾ, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ആ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? ലേബറാണ് എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടിരുന്നു അല്ലേ. അതേസമയം മോഡേൺ അപ്രോച്ചിൽ അങ്ങനെ ഒരൊറ്റ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. മോഡേൺ അപ്രോച്ചിൽ ഒരു ഇക്വിലിബ്രിയം മെത്തേഡാണ് അവിടെ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലേബർ തിയറീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറിയാണ്. വളരെ പഴക്കം ചെന്നിട്ടുള്ള, ഇപ്പോൾ ആരും കണക്കിലെടുക്കാത്ത ലേബർ തിയറീനെ മുൻനിർത്തിയാണ് പലപ്പോഴും ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് മുന്നോട്ട് പോകുന്നത്. അതേസമയം മോഡേൺ അപ്രോച്ചിൽ അങ്ങനെ ഉള്ളൊരു ആ ഒരു ലേബർ തിയറീനെ മാത്രം അല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എല്ലാറ്റിനെയും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ certainly there are some points of differences between classical approach and modern approach, and we can see the differences. The first difference is that fundamentally the classical approach says that this international trade is different from national trade അല്ലേ. ഇറ്റ് ഈസ് ഇന്റേണൽ ട്രേഡിൽ നിന്നും വ്യത്യസ്തമാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആര് പങ്കുവെക്കുന്നുണ്ട്, ക്ലാസിക്കൽ അപ്രോച്ചിൽ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം അങ്ങനൊരു അപ്രോച്ച് എവിടെയില്ല, മോഡേൺ അപ്രോച്ചിലില്ല, മോഡേൺ തിയറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ്റർനാഷണൽ അല്ലേ, എല്ലാം ഇൻ്റർനാഷണലാണ്. അവിടെ നാഷണൽ ഇൻ്റർനാഷണൽ എന്നുള്ള വേർതിരിവ് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മോഡേൺ അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ഡിഫറൻസ്. And second difference is that the classical economists explained the phenomenon of international trade in terms of old and discredited labor theory of value. Labor theoryയുടെ ബേസിസിലാണ് പലപ്പോഴും ക്ലാസിക്കൽ അപ്രോച്ചിനെ, ക്ലാസിക്കൽ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം മോഡേൺ തിയറി എക്സ്പ്ലെയിൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ടേംസ് ഓഫ് ജനറൽ ഇക്വിലിബ്രിയം. ജനറൽ ഇക്വിലിബ്രിയത്തിൻ്റെ ബേസിസിലാണ് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, മോഡേൺ തിയറിയെ ജനറൽ ഇക്വിലിബ്രിയം എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്യാൻ കാരണം എന്താണ്, എല്ലാ ഫാക്ടേഴ്സിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം, അതാണ് മോഡേൺ തിയറി. തുല്യ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ലാൻഡിൻ്റെ പോലെ തന്നെ ക്യാപിറ്റൽ, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണോ അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, മോഡേൺ തിയറിയിൽ കൊടുക്കുന്നത്. ആൻഡ് തേർഡ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് in classical theory it attributes the difference in comparative advantage to the differences in productive efficiency of workers.
വർക്കേഴ്സിൻ്റെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിക്ക് അനുസരിച്ച് എന്ത് മാറുമെന്നുള്ളതാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് അതൊരു വെൽ നോൺ ആയിട്ടുള്ളൊരു ടേമാണ് എവിടെ നമ്മൾ കണ്ടത്, നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾ കണ്ടത്. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അതെന്തിനെ ആസ്പദമായി, നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സൺ എ പേഴ്സൺ ബി അല്ല, രണ്ട് വ്യക്തികൾ തമ്മിൽ പെയിൻറ് ചെയ്യാനാണോ അല്ലെങ്കിൽ ടോയ് മേക്കിങ്ങിനാണോ കൂടുതൽ പ്രാവീണ്യമുള്ളത്, എക്സ്പെർട്ടൈസ് ഉള്ളത്, അതിനനുസരിച്ച് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയും ഒരാൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റേ ആൾക്ക് എന്ത് വിട്ടുകൊടുക്കുകയും ചെയ്യുക, മറ്റേ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് കൊണ്ടിട്ട് എങ്ങനെ, അതായത് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്കാണ് അവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മോഡേൺ തിയറിയിൽ അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? മോഡേൺ തിയറിയിൽ നമുക്ക് അവിടെ അങ്ങനെ കാണാൻ സാധിക്കില്ല. അവിടെ നമ്മൾ പ്രത്യേകിച്ചും എക്സ്റോഹലിൻ തിയറിയിൽ നമ്മൾ കണ്ട ഒറ്റ ഒരു വാക്കാണ് ഫാക്ടർ എൻഡോവ്മെൻറ്റ്, ഡിഫറൻസ് ഇൻ ഫാക്ടർ. അവിടെ ലേബറിൻ്റെ എഫിഷ്യൻസിയിലുള്ള ഡിഫറൻസ് ആണ് കണക്കിലെടുത്തതെങ്കിൽ മോഡേൺ തിയറിയിൽ കണക്കിലെടുക്കുന്നത് ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോവ്മെൻ്റ് ആണ്. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, വീണ്ടും അവിടെ പറയുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ലേബറേഴ്സിന് ലേബർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് അമിത പ്രാധാന്യം എവിടെ കൊടുക്കുന്നുണ്ട്, ക്ലാസിക്കൽ അപ്രോച്ചിൽ കൊടുക്കുന്നുണ്ട്. അതേസമയം അങ്ങനെ ഒരു അമിത പ്രാധാന്യം എവിടെ ഇല്ല, മോഡേൺ തിയറിയിൽ ഇല്ല. ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൾട്ടി ഫാക്ടർ അപ്രോച്ചാണ് എവിടെ നടക്കുന്നത്, മോഡേൺ തിയറിയിലുള്ള. മൾട്ടി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരു യൂണി ഫാക്ടർ അപ്രോച്ച് ക്ലാസിക്കൽ തിയറിയിൽ ഉള്ളതിനേക്കാൾ, യൂണി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കണുള്ളൂ ക്ലാസിക്കൽ തിയറിയിൽ. അതേസമയം മോഡേൺ തിയറി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ദർ ഇസ് എ ടൈപ്പ് ഓഫ് മൾട്ടി ഫാക്ടർ അപ്രോച്ച് ബിക്കോസ് ലേബറിനും ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആൻഡ് the classical theory never took into account the factor price differences, while the modern theory considers factor price differences as the main cause of commodity price differences, which in turn provides the basis of international trade. അല്ലേ, ഫാക്ടർ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കില്ല, ക്ലാസിക്കൽ അപ്രോച്ചിൽ നമുക്ക് കാണാനായിട്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് അല്ലേ, ഫാക്ടർ പ്രൈസിങ്, ഓരോ ഫാക്ടേഴ്സിനെയും നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന പ്രൈസ്, ലേബർ കോസ്റ്റ്, ഓർ ക്ലാസിക്കലിലെ ലേബർ മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്ലാസിക്കൽ അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് in modern approach pricing is very important, factor pricing is very important, and according to them or according to modern theorists factor pricing is the fundamental basis of international business. International businessന്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫാക്ടർ പ്രൈസിങ് തന്നെയാണ് എന്ന് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് the classical theory does not provide the cause of difference in comparative advantage, and the modern theory explains the differences in comparative advantage in terms of differences in factor endowments. അല്ലേ, നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കമ്പാരിറ്റീവ് ഡിഫറൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് മാത്രം കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ളത് എന്ന് അവർ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ മോഡേൺ തിയറി ദിസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഫാക്ടർ എൻഡോവ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലേ. എൻഡോവ്മെൻറ്റ് ഏത് രാജ്യത്തിനാണോ കൂടുതലുള്ളത് ആ രാജ്യത്തിന് എന്ത് ചെയ്യാം, കൂടുതൽ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാം, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാം അല്ലേ. ഏത് രാജ്യത്തിനാണോ കുറവ് ഫാക്ടർ എൻഡോവ്മെൻ്റ് ഉള്ളത് അതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ. അത് ആ ഒരു ബേസിസിൽ, ആ ഫാക്ടർ എൻഡോവ്മെൻറ്റിൻ്റെ ബേസിസിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത് എന്ന് എവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബിഹേവിയറൽ തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേസമയം ആ ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, ക്ലാസിക്കൽ അപ്രോച്ചിൽ
കമ്പാരിറ്റീവ് തിയറി ഉണ്ട്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്ന് ഒരിക്കലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് the classical theory is a single market theory of value, while modern theory emphasizes the importance of space element in international trade. Space element is very important എന്ന് എവിടെ പറയുന്നുണ്ട്? മോഡേൺ തിയറിയിൽ പറയുന്നുണ്ട്. അതേസമയം ക്ലാസിക്കൽ അപ്രോച്ചിൽ ഒറ്റ മാർക്കറ്റ്, ഒരു സിംഗിൾ മാർക്കറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അതേസമയം നമ്മുടെ മോഡേൺ തിയറിയിൽ സ്പേസ് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ലൊക്കേഷൻ, ഒരു രാജ്യത്തിൻ്റെ ലൊക്കേഷൻ, ആ ലൊക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു അവൈലബിലിറ്റി, പലതിൻ്റെയും പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും അവൈലബിലിറ്റി, ആ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് പോകുന്നത്, രക്ഷപ്പെട്ടു പോകുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ തിയറി അല്ലേ, ലിയോൺഷിയഫ് പാരഡോക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു മോഡേൺ തിയറിയിൽ. അവിടെ പറയുന്നുണ്ട്, ആ പാരഡോക്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ പറയുന്നത് അമേരിക്ക ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യും, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആയിന്ന് ഉള്ളതുകൊണ്ടാണ് പാരഡോക്സ് എന്ന് അതിന് പേര് വീണത്. പക്ഷെ അവിടെ അത് പറയുമ്പോൾ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ആ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവിടെ അത് ആ ഒരു സ്പേസിൻ്റെ പ്രത്യേകതയാണ്. അമേരിക്ക ആ ഒരു സ്പേസിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു കാലാവസ്ഥയുടെയും ആ ഒരു റീജിയണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിൻ്റെയും ഒക്കെ ആകെത്തുകയാണ് അതിലൂടെ സംഭവിക്കുന്നത്. അവരുടെ പൊളിറ്റിക്സ്, അവരുടെ എക്കണോമിക് സ്ട്രക്ചർ, ഇതൊക്കെ അതിന് പിൻബലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്പേസിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ലൊക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. എവിടെ നോട്ട് ബിഹേവിയറൽ മോഡേൺ അപ്രോച്ചിൽ അതിന് വളരെയധികം പ്രാധാന്യം. അതേസമയം ക്ലാസിക്കലിൽ അങ്ങനെ ഒരു സ്പേസ് ഡിഫറൻസ് ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നുള്ളൊരു സംഭവം അവിടെ പറയുന്നുണ്ട് എന്നല്ലാതെ ലൊക്കേഷനോ അല്ലെങ്കിൽ സ്പേസിനോ പ്രാധാന്യം എവിടെ കൊടുക്കുന്നില്ല, ക്ലാസിക്കൽ അപ്രോച്ചിൽ കൊടുക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ അപ്രോച്ച് ഒരു പരിധി വരെ ഇത് ഈസ് വെൽഫെയർ ഓറിയൻറ്റഡ്. കുറച്ചും കൂടി വെൽഫെയർ, എല്ലാവരും നന്നായിട്ട് ട്രേഡ്, ഒരു ഫ്രീ ട്രേഡിൻ്റെ ആ ഒരു നല്ല വശം നമുക്ക് എവിടെ കാണാൻ സാധിക്കും, ക്ലാസിക്കൽ അപ്രോച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം മോഡേൺ അപ്രോച്ചിൽ നമുക്ക് ആ ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിന് പകരം അതിനൊരു പോസിറ്റീവ് തിയറി എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. എല്ലാ നേഷൻസും ഒരേപോലെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു അപ്രോച്ച് ക്ലാസിക്കൽ തിയറിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേസമയം എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് എവിടെ അപ്ലിക്കബിൾ അല്ല, മോഡേൺ തിയറിയിൽ അപ്ലിക്കബിൾ അല്ല. ചിലപ്പോൾ 1, 2, 3 രാജ്യങ്ങൾ മാത്രമേ, അവരുടെ ലീഡർഷിപ്പ് മാത്രമേ ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഒപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ തിയറി. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് എന്നുള്ള വാക്കിൽ അതിനെന്ത് ചെയ്തിട്ടുള്ളത്, ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ച് കുറച്ചും കൂടി വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതേസമയം മോഡേൺ അപ്രോച്ചിൽ ആ ഒരു വെൽഫെയർ ഓറിയൻറ്റേഷനൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഇറ്റ്സ് എ പോസിറ്റീവ് തിയറി. ആൻഡ് നെക്സ്റ്റ് വൺ, classical theory tries to demonstrate the gains from international trade, while the modern theory concentrates on the basis of trade itself. Classical theory എപ്പോഴും ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്നത് കൊണ്ട് കിട്ടാവുന്ന ലാഭം എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് ഫ്രീ ട്രേഡിലൂടെ എങ്ങനെ നമുക്ക് മാക്സിമം ആ ഒരു പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾ നോക്കണത്. അതേസമയം മോഡേൺ അപ്രോച്ചിൽ അങ്ങനെ ഉള്ളൊരു സംഭവമല്ല അവിടെ പറയണത്. അവിടെ നമുക്ക് ആ ഒരു ട്രേഡിൻ്റെ ബേസിസ് എന്താണ്, എന്തുകൊണ്ട് ട്രേഡ് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ചില സ്ഥലങ്ങളിൽ മാത്രം സംഭവിക്കുന്നു, ചില സ്ഥലങ്ങളിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ട്രേഡിൻ്റെ ബേസിസിനെയാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്,
മോഡേൺ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതേസമയം ക്ലാസിക്കൽ തിയറിയിൽ അതിൽ നിന്ന് കിട്ടാകാവുന്ന ലാഭത്തിനെയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. രണ്ട് പ്രധാനപ്പെട്ട തിയറീസ് എന്നുള്ള രീതിയിൽ അല്ലേ, മെർക്കൻറ്റലിസത്തിനേക്കാളും ന്യൂ ട്രേഡ് തിയറിനേക്കാളും നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലനേറ്ററി ആയിട്ട് പഠിച്ച രണ്ട് തിയറീസ് എന്നുള്ള നിലയ്ക്ക് ആണ് ഈ ഒരു ഡിഫറൻസ് ക്ലാസിക്കൽ അപ്രോച്ചും അതോടൊപ്പം തന്നെ മോഡേൺ അപ്രോച്ചുമായിട്ടുള്ള ഡിഫറൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അല്ലേ? നമുക്ക് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും കുറച്ചും കൂടി ഇതിൽ നമുക്കൊരു കുറച്ച് ടേംസുകൾ മാത്രമാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ട്രേഡ്, ഫ്രീ ട്രേഡിനുള്ളൊരു സാധ്യത, പുതിയ പുതിയ എൻ്റർപ്രണേഴ്സ്, പുതിയ വെഞ്ചേഴ്സ് ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനിലൂടെ നല്ല നല്ല പ്രോഡക്ട്സ്, നല്ല സർവീസസ് ടു ദി ഹോൾ വേൾഡ് അല്ലേ, ടു ദ കൺസ്യൂമേഴ്സ് ഓഫ് ദി ഹോൾ വേൾഡ് കിട്ടാനായിട്ടുള്ള സാധ്യത. അതേസമയം അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഓരോ രാജ്യത്തിൻ്റെയും അതിന് ഉള്ളൊരു അവസരം അല്ലേ, മാക്സിമം ടെക്നോളജി ഷെയർ ചെയ്യാനും എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നല്ല രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാനും ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നല്ല നല്ല പ്രോഡക്ട്സുകൾ, നല്ല നല്ല ടെക്നോളജി, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഇതൊക്കെ ഒരു ഭാഗത്ത് മാത്രം, ഒരു രാജ്യത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് എല്ലാവർക്കും ഒരേപോലെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ കുറച്ച് ടേംസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ദ ഫസ്റ്റ് ടേം നമുക്ക് പറയാവുന്നത് സ്പെഷ്യലൈസേഷൻ അല്ലേ. സ്പെഷ്യലൈസേഷൻ, ഒരു രാജ്യം അതിനെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അതിൻ്റെ അബണ്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അതും റെഗുലറായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യം അതിൻ്റെ എക്സ്പേർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സ്പെഷ്യലിസ്റ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ, ലേബറിൻ്റെ ആ ഒരു ഡിവിഷനിലേക്ക് വഴിവെക്കും. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ അത് രണ്ടും ഒരുമിച്ച് പോകുന്ന ടേംസാണ്. അപ്പോൾ രണ്ടും നല്ലതാണ് എക്കണോമിക്സിന്, രണ്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തേ ഉള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്ഥിതിയും എന്തിലൂടെ അതൊക്കെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കരുതാനായിട്ട് സാധിക്കും. ആൻഡ് ലൈക്ക്വൈസ് ഫ്രീ ഇൻ്റർനാഷണൽ ട്രേഡ് ഓൾവേസ് ലീഡ്സ് ടു ദ എക്സ്പാൻഷൻ ഓഫ് വേൾഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈ മറ്റ് പണ്ടത്തേതിനേക്കാൾ ഉയർന്ന തോതിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വേൾഡ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതിലൂടെ വരുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ റിഡക്ഷൻ ഇൻ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. റിഡക്ഷൻ ഓഫ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ആസ് വെൽ ആസ് നെക്സ്റ്റ് വൺ ഈസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ട പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് എക്കണോമീസ് ഓഫ് സ്കെയിലിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരേ സമയം തന്നെ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ആൻഡ് the international business also helps to reduce the prices of goods and not only final products and services but also the factors of production. അപ്പോൾ ഫൈനൽ ഗുഡ്സിൻ്റെ മാത്രമല്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും പ്രൈസ് നമുക്കറിയാം, അത് അബണ്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസാണ് അത് ചെയ്യുന്നത്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒപ്റ്റിമം ലെവലിൽ നിലനിർത്താനായിട്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒപ്റ്റിമം ലെവലിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്, ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ബെനിഫിറ്റ്സ് ഞാൻ ഈ ആ ടേംസുകൾ മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ്. ഒന്ന് സ്പെഷ്യലൈസേഷൻ, രണ്ട് ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് ഡിവിഷൻ, ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്, ഇതൊക്കെ
നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ബികോമിന് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും, അതുപോലെ ഫ്രീ ട്രേഡ് ഓർ ഫ്രീ ഇൻ്റർനാഷണൽ ട്രേഡ്, ഫ്രീ ട്രേഡിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, എന്താണ് ഫ്രീ ട്രേഡ്, അതെന്താണെന്ന് മനസ്സിലാക്കണം. ഫ്രീ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എല്ലാ രാജ്യങ്ങളും ഒരുപോലെ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വ്യവസ്ഥേനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രീ ട്രേഡ്. മനസ്സിലായോ? അപ്പോൾ ഫ്രീ ട്രേഡിൻ്റെ ആ ഒരു ബെനിഫിറ്റ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുക, അതിൻ്റെ സപ്ലൈ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ഒരുപോലെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു രാജ്യവും കഷ്ടപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല, അല്ലേ? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നമ്മൾ വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. ലാർജ് സ്കെയിൽ എന്ന സമയത്ത് നമുക്ക് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതുപോലെ റിഡക്ഷൻ ഇൻ പ്രൈസസിലുള്ള റിഡക്ഷൻ, അത് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല, എല്ലാ പ്രൊഡക്റ്റുകളുടെയും എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മേജർ ട്രെൻഡ്സ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ട്രെൻഡ്സ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അതിൽ ആദ്യത്തെ ട്രെൻഡായിട്ട് ഇവിടെ പറയുന്നത് ഗ്രോയിങ് എമേർജിങ് മാർക്കറ്റ്സ്. ഗ്രോയിങ് എമർജിങ് മാർക്കറ്റ്സ്. എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്? ഗ്രോയിങ് എമേർജിങ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ആ സമയത്ത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് മാത്രമേ ആ രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം കാലം ചെല്ലും തോറും പുതിയ പുതിയ എക്കണോമിക് വ്യവസ്ഥിതികളൊക്കെ വരും തോറും അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്തിലേക്ക് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് രംഗത്തേക്ക് വരുന്നുണ്ട്. ആ പുതിയ പുതിയ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതാണ് ഗ്രോയിങ് എമേർജിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഗ്രോയിങ് എമേർജിങ് മാർക്കറ്റ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രമേ ആ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുള്ളൂ. അതേസമയം ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. കൂടുതൽ രാജ്യങ്ങൾ ആ ഒരു രംഗത്തേക്ക് വരാനായിട്ടുള്ളൊരു ട്രെൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേമാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. Demographic shift. And what do you mean by demographic shift? Demographic shift എന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഇൻ്റർനാഷണൽ ബിസിനസ് അത് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇന്ന് പുതിയ പുതിയ ആൾക്കാർ അതിലേക്ക്, അതായത് ഈവൻ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് അതിലേക്ക് വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുത്തനായിട്ടുള്ള ബിസിനസ് സംരംഭകരാണ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാണ് ആ ഒരു രംഗത്തേക്ക് എന്ത് ചെയ്യണത്, വരണത്. അപ്പം നമുക്കറിയാം. അതേസമയം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഏജിങ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്തു വന്നു. അവർ വയസ്സന്മാരായി, അല്ലേ? വയസ്സന്മാരായി കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻ്റർനാഷണൽ ബിസിനസ് രംഗത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കോൺസെപ്റ്റിനെ ഇട്ടിരിക്കുന്ന പേരാണ് എന്ത്, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. അപ്പോൾ ഇതൊരു പുതിയൊരു ട്രെൻഡാണ്. അപ്പോൾ പഴയവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോവുകയും പുതിയ ആൾക്കാർ വളരെ യങ്സ്റ്റേഴ്സായിട്ട് യങ് ബ്ലഡായിട്ട് അതിലേക്ക് വരികയും ചെയ്യാന്ന് പറയുമ്പോൾ അത് പുതിയ പുതിയ
ഒരു ട്രെൻഡിലേക്കാണ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരിലേക്കാണ് അതെന്ത് ചെയ്യുന്നത് പോകുന്നത്. അത് നല്ലൊരു ട്രെൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കണക്കാക്കാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് തന്നെയാണ്, നമ്മൾ ഫീച്ചറിൽ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ഇന്നോവേഷൻ. സ്പീഡ് ഓഫ് ഇന്നോവേഷൻ, ഇന്നോവേഷൻ്റെ സ്പീഡ് അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് തുടങ്ങിയ കാലത്തുള്ളൊരു ഇന്നോവേഷൻ സ്പീഡല്ല ഇപ്പോഴത്തെ. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്ത് കഴിഞ്ഞു, മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്പീഡ് ഒന്നും കൂടി എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു പേസ് എന്ത് ചെയ്തു, കൂടി വരികയാണ് അല്ലേ. സോ അത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ. ഇതൊക്കെ നമ്മൾ ഫീച്ചേഴ്സൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ അല്ലേ. എന്താണ് കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ എന്ന് നമുക്കറിയാം. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ. അത് പലപ്പോഴും നല്ല ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതൊരു ട്രെൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. വേറൊരു റീസെൻ്റ് ട്രെൻഡാണ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമുക്കറിയാം, കോമ്പറ്റീഷൻ ഈസ് ദർ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ല, ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ ഇല്ലാതെ ബിസിനസ് ഇല്ല അല്ലെ. ഒരിക്കലും മൊണോപ്പൊളി നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ്റെ തോത് തന്നെ അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ്റെ ലെവൽ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്ലോവർ ഗ്രോത്ത്. സ്ലോവർ ഗ്രോത്ത്, അതിൽ സ്ലോവർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വെസ്റ്റേൺ എക്കണോമീസിൻ്റെ കോൺട്രിബ്യൂഷൻസ് പതുക്കെ കുറവ് വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. സോ ഒരു ആദ്യകാലങ്ങളിൽ വെസ്റ്റേൺ എക്കണോമിക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അതേസമയം അതിൻ്റെ ഒരു പതുക്കെയുള്ളൊരു സ്ലോവിങ് ഡൗൺ, ആ ഒരു ഡിക്രീസിങ് ട്രെൻഡ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ടേമാണ് ക്ലീൻ ടെക്നോളജി. ക്ലീൻ ടെക്നോളജി എന്താണ്? ക്ലീൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പരിസ്ഥിതിക്ക് ആപത്തുകൾ ഉണ്ടാക്കാത്ത, പൊല്യൂഷൻ ഉണ്ടാക്കാത്ത, വളരെ ക്ലിയർ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, അതുമാത്രമേ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. പല രാജ്യങ്ങളുടെയും നിയമ സംവിധാനങ്ങൾ തന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്, ഫോർമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ടെക്നോളജി ഷുഡ് ബി വെരി ക്ലീൻ. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് എല്ലാ രാജ്യങ്ങളും അതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലീൻ ടെക്നോളജി പോലെ അവിടെ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഗോയിങ് ഗ്രീൻ. ഗോയിങ് ഗ്രീൻ മീൻസ് നമ്മുടെ പച്ചപ്പ്, നമ്മുടെ ഹരിതാപമായിട്ടുള്ള നമ്മുടെ പ്രകൃതി, ഇതിനെയൊന്നും നമ്മൾ നശിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കാർബൺ എമിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്ന വ്യവസായങ്ങൾ, അതുപോലുള്ള മാനുഫാക്ചറിങ് കമ്പനീസ്, ഇതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നമ്മുടെ നിയമങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അതിനനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് ഫൈനുകളും ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോയിങ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ലോഗോ എല്ലാ ബിസിനസ്സുകൾ എന്ത് ചെയ്തു കഴിഞ്ഞു, എല്ലാ കൺട്രീസും അത് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
അവിടെ പറയുന്ന വേറൊരു ടേമാണ് US ഐസൊലേഷനിസം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം. അതൊരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, റീസെൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് US ഐസൊലേഷനിസം എന്ന് പറയുന്നത്. എന്താണ് US ഐസൊലേഷനിസം? US ഐസൊലേഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന ഒരു പുതിയൊരു നയം വേറൊന്നുമല്ല, ബാക്കിയുള്ള ബിസിനസ് രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് അലയൻസുകളെ ആവുന്നതും ഒഴിവാക്കുക എന്നുള്ള ഒരു നയം. എന്തൊഴിവാക്കാൻ വേണ്ടിയിട്ടാണത്? പ്രത്യേകിച്ചും യുദ്ധങ്ങളും അതുപോലുള്ള അസമാധാനങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, പുതിയ ബിസിനസ് അലയൻസുകളിൽ ഏർപ്പെടാതിരിക്കുന്ന, അതിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുന്ന ആ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് എന്ത്? US ഐസൊലേഷനിസം. ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള രീതിയിൽ പലപ്പോഴും പല ബിസിനസ് ഒരു ആയിരക്കണക്കിന് കോടിക്കണക്കിന് അലയൻസുകളിൽ അതിന് ഏർപ്പെടേണ്ടി വരികയും പിന്നീട് അത് അതിന് തന്നെ വിനയാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് യുദ്ധങ്ങളും അതുപോലുള്ള കെടുതികളും ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു ഐസൊലേഷനിസം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള ഒരു ട്രെൻഡിലേക്ക്, അതിപ്പോൾ ഒരു റീസെൻ്റ് ട്രെൻഡായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതും ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേക ട്രെൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ വിവിധ തരങ്ങളിലുള്ള പല കോൺസെപ്റ്റുകളാണ് അവിടെ ആ ട്രെൻഡുകളിൽ നമ്മൾ കണ്ടത്. സോ ദീസ് ആർ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ന്യൂ ട്രേഡ് തിയറി നമ്മൾ കണ്ടു അല്ലേ, തിയറിയിലെ ഏറ്റവും അവസാനത്തെ തിയറി. അതുപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ തിയറി നമ്മൾ കണ്ടു. ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ട്രെൻഡുകളും ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ പുതിയ ട്രെൻഡുകളും നമ്മൾ കണ്ടു. സോ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. സോ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു.